വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ലാലേട്ടൻ്റെ സിനിമയൊക്കെ കാണുമ്പോൾ ഒന്ന് പോലീസ് ആകാൻ പറ്റിയിരുന്നെങ്കിൽ ശത്രുക്കളൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ച് തോൽപ്പിക്കാമായിരുന്നു എന്നൊക്കെ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിളായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വേക്കൻസിയിലേക്ക് ഇപ്പോൾ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. താല്പര്യമുള്ളവരെല്ലാം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. SSLC മാത്രം മതി ക്വാളിഫിക്കേഷൻ. അപ്പം SSLC പാസ്സായ എല്ലാവർക്കും ഇതിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള സാലറി എത്രയാണ്, അതിനെപ്പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ സെൻഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ 10th പാസ്സായവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോലീസ് ആകാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പോലീസ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുവാൻ വേണ്ടി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുവാനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് നമ്മളിത് സമർപ്പിക്കേണ്ടത്. കേരള PSCയുടെ 1 day പ്രൊഫൈൽ വഴി വേണം നമ്മളിത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഈ ജോലിക്ക് വേണ്ടി ഓൺലൈനായിട്ട് 2024 ഡിസംബർ 31 മുതൽ 2025 ജനുവരി 29 വരെ അപേക്ഷിക്കാം. അപ്പം 2025 ജനുവരി 29 മുമ്പായിട്ട് നമ്മൾ എന്ത് സമർപ്പിച്ചിരിക്കണം, ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കണം. ലാസ്റ്റ് ടൈമിലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. 29 മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇത് സബ്മിറ്റ് ചെയ്തിരിക്കണം. കാരണം ലാസ്റ്റ് ടൈമിലേക്ക് നിന്നാൽ ചിലപ്പം സൈറ്റ് എററായി പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് മുന്നായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാം. അപ്പം ലാസ്റ്റ് ഡേറ്റ് 29 ജനുവരി 2025 പിന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 583/2024 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ എന്നാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. സാലറി എന്ന് പറയുന്നത് 31,100 രൂപയും 6,600-800 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും സാലറി എന്ന് പറയുന്നത്. അപ്പം 31-നും 66-നും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഖ്യ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 26 വയസ്സിനും ഇടയ്ക്കായിരിക്കും. അപ്പോൾ അവർ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് ഇടയ്ക്ക് ജനിച്ചവർക്ക് മാത്രമേ ഇവർ മുൻഗണന നൽകത്തുള്ളൂ. 2/1/1998-നും 1/1/2006 ഇതിൻ്റെ ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ 10th പാസ്സാകണം, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് നമുക്ക് 167 സെൻറ്റിമീറ്റർ. അതുകൂടാതെ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ കാണും ഫിസിക്കലായിട്ടുള്ളത്. 100 മീറ്റർ റണ്ണിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാസ്സാകണം. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ www.kerala.psc.gov.in വഴിയായിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരമുള്ള രജിസ്ട്രേഷനിലൂടെ വേണം നമ്മളിത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ വഴി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ 31/12/2013 ശേഷം എടുത്ത ഫോട്ടോസ് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ 1/1/2022 മുതൽ എന്ന് വെച്ചാൽ 2022 വർഷമുണ്ടല്ലോ, 2022 ആ വർഷത്തിന് ശേഷം എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 6 മാസത്തിനും ഇടയിൽ എന്ന് വെച്ചാൽ 6 മാസം മുമ്പായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അവർ കുറേ നിബന്ധനകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം വായിച്ച് നോക്കുക. ഇതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് PSC വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ്.
അപ്പം താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യരുത്. താല്പര്യമുള്ളവരെല്ലാം 29-ന് മുമ്പായിട്ട് തന്നെ സമർപ്പിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.